ഈ സംഭവത്തിന് ശേഷം ഈ മാധ്യമങ്ങൾ വഹിച്ചൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ പിന്നെ സിനിമാ പ്രവർത്തകർക്കിടയിലുള്ള ഈ സ്ത്രീകളുടെ പുതിയ കൂട്ടായ്മ, ഈ രണ്ട് വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഒട്ടേറെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ അറസ്റ്റിന് മുമ്പ് വരെ മാധ്യമങ്ങൾ വലിയ വിചാരണ നടത്തുന്നു, മാധ്യമങ്ങൾ ശിക്ഷ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയുള്ള ഒട്ടേറെ ആരോപണങ്ങൾ, അനാവശ്യമായി ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു, ഒട്ടേറെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ നേരിട്ടിരുന്നു. ഈ വിപണിൻ കളക്റ്റീവ് അതുപോലെ തന്നെ ഈ വനിതാ പ്രവർത്തകരുടെ സംഘടന അവർ രംഗത്ത് വന്നു. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളുടെ ഇടപെടലിനെ പി ടി തോമസ് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് കൊച്ചിയിലെ മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ്. കാരണം അത് പ്രിൻ്റ് മീഡിയ ആണെങ്കിലും ദൃശ്യമാധ്യമമാണെങ്കിലും എല്ലാം വളരെ ശക്തമായിട്ട് ഇടപെട്ടു. അത് അവരുടെ ഒരു സഹോദരി പീഡിപ്പിക്കപ്പെട്ട പോലെ അവർ രംഗത്ത് വന്നു. എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കം മുതൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ആൾ എന്ന നിലയിൽ എനിക്ക് വളരെ ആത്മാർത്ഥത്തോട് പറയാൻ കഴിയും. കാരണം അത്ര നല്ലൊരു ഇടപെടലാണ് അവർ നടത്തിയത്. അവരതിലൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഞാൻ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിമൺ ഇൻ കളക്റ്റീവ് എന്ന് പറയുന്ന അതിൽ അവരുടെ ഒരു പ്രവർത്തനത്തെ പറ്റി ഞാനൊരു കാര്യം പറയട്ടെ. അവരിങ്ങനെ മുഖ്യമന്ത്രി കണ്ടു എന്ന വാർത്ത വന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇവർ കണ്ടതിനെപ്പറ്റി പത്രസമ്മേളനം നടത്തി. മഞ്ജു വാര്യരുടെ നേതൃത്വത്തിലാണല്ലോ ഇവർ പോയത്. സ്വാഭാവികമായും അവിടെ ഉന്നയിക്കപ്പെട്ട ആദ്യത്തെ ഏറ്റവും ഗുരുതരമായ ഇഷ്യൂ ഞങ്ങളുടെ സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് 99% ഉറപ്പാണല്ലോ. പക്ഷെ മുഖ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിലോ മുഖ്യമന്ത്രി പത്രക്കാരോട് സംസാരിച്ചതിൻ്റെ അകത്ത് ഇങ്ങനെ ഇവരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പുറത്തേക്ക് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയെ താങ്കൾ നിരന്തരം ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അതിനകത്ത് പി ടിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി എന്തായാലും ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഒരു സിനിമാ നിർമ്മാതാവോ സിനിമാ വിതരണക്കാരനോ ഒന്നുമല്ല, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമല്ല, അവിടെ പ്രത്യേകിച്ച് താല്പര്യങ്ങളുള്ള ഒരാളുമല്ല. പിന്നെ എന്താണ് മുഖ്യമന്ത്രിയെ താങ്കൾ നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? എന്തിനാണ് എൻ്റെ ചോദ്യം, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത്? ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ അറിയിപ്പിനെ തുടർന്നാണ് ഞാൻ ഈ നിലപാടെടുത്തത്. ഇല്ല, ആരാണ് മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നത്? ആരാണ് സമ്മർദ്ദത്തിലാക്കിയത്? താങ്കളുടെ ഒരു സംശയം. കാരണം വെച്ചാൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ പേര് ഈ സംഘടനകളിലൊക്കെ ഉണ്ട്. അവരൊക്കെ വളരെ പ്രമുഖമായ പദവികൾ, ഇപ്പോൾ MLA അടക്കമുള്ള പദവികൾ പിന്നെ വഹിക്കുന്നവരുമാണ്. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ സമ്മർദ്ദത്തിൽ പെട്ടുപോയോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയെ ഏതോ അദൃശ്യ ശക്തികളുടെ സമ്മർദ്ദം ഉണ്ടായി എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. എനിക്ക് താല്പര്യം. കാരണം മുഖ്യമന്ത്രി ഈ സംഭവത്തോട് പ്രതികരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്തോ ഒളിപ്പിച്ചു വെക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അല്ല, ഇപ്പോൾ താങ്കൾ ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഗത്യന്തരമില്ലാതെയാണ് ഒടുവിൽ ഈ കാര്യത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോയെന്ന്. പക്ഷേ പോലീസിൻ്റെ ഭാഷയും പ്രത്യേകിച്ച് പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു പ്രതിയെ തീരുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നയമല്ല, നമ്മുടെ രീതിയല്ല. അന്വേഷണം കൃത്യമായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി അറസ്റ്റിലായത് എന്നാണ് അവർ വിശദീകരണം. അപ്പം ഈ സംഭവം നടന്നിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. ആ 5 മാസത്തിനകത്ത് തന്നെ ഈ സംഭവത്തിന് മുഖ്യപ്രതിയെ പിടിക്കാൻ കഴിഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. എടുത്തുപിടിച്ചൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. സൂക്ഷ്മതയോടുകൂടിയായിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടത്. ഇവിടെ എന്തിനാണ് വീണ്ടും വീണ്ടും താങ്കൾ സർക്കാരിനെ കുറ്റപ്പെടുന്നത്? കാര്യങ്ങൾ കൃത്യമായിട്ടാണല്ലോ പുരോഗമിച്ചത്. മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് പിടിക്കപ്പെട്ട ആളൊന്നും പ്രതിയില്ല. പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചില്ലേ? പൾസർ സുനിക്ക് അപ്പുറം പ്രതിയില്ല എന്ന വാക്കിൽ നിന്നുള്ള ഒരു സന്ദേശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അന്വേഷണം അവിടം വരെ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായ വ്യത്യാസം. പിന്നെ നിങ്ങളിപ്പം ചോദിച്ചല്ലോ എന്താണ് പിന്നെ ഇതിന് കഴിഞ്ഞ് CBI ഒരു ഭാഗത്ത് ഇത് വരാം, ഏത് നിമിഷവും കടന്നു വരാം. കേരളത്തിൽ ഒരു 20-25ഓളം പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക നേതാക്കളൊക്കെ എന്തുകൊണ്ട് CBI പാടില്ല എന്ന ചർച്ചയിലേക്ക് വന്നു. ആദ്യം അത് എഴുതി കൊടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ പലരും കളിയാക്കി, മാധ്യമ സമ്മേളനത്തിൽ കളിയാക്കി. CBI ഇങ്ങനെ വരാൻ പോകുന്നു. അപ്പോഴാണ് ഈ സഹതടവുകാരൻ്റെ വെളിപ്പെടുത്തൽ. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ പോലീസ് ഈ കാര്യങ്ങളൊന്നും കണ്ടെത്തിയില്ല? ഒട്ടും ആത്മാർത്ഥതയില്ലാതെയാണ് ഈ കേസിലെ അന്വേഷണവുമായി സർക്കാരും പോലീസൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റു സംഘടനകളുടെയും സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരുടെയൊക്കെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഒരു നിവൃത്തിയുമില്ലാതെ ഒടുവിൽ ഈ കേസ് അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിലേക്ക് സർക്കാരോ പോലീസോ കൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ധരിക്കുന്ന ഒരു കാര്യം, CBI അന്വേഷണം വരാനുള്ള സാധ്യത 99% ഈ കാര്യത്തിൽ. ഈ സഹതടവുകാരുടെ വെളിപ്പെടുത്തൽ ഇതിനെ ശക്തിപ്പെടുത്തിയൊരു കാര്യമാണ്. ഈ 2 കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് അല്ലെ പോലീസ് നിർബന്ധിതമായി തീരുകയാണ് അന്വേഷണം ശക്തിപ്പെടുത്താൻ. അല്ല, അക്കാര്യത്തിലൊരു സോളിഡ് എവിഡൻസ് പോലീസിൻ്റെ കയ്യിൽ ദിലീപിനെതിരായിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ലഭ്യമായിട്ടുണ്ട് എന്നൊരു വിചാരമോ വിശ്വാസമോ താങ്കൾക്കുണ്ടോ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു CBI എൻക്വയറിയും
ഈ ജിൻസൺ എന്ന് പറയുന്ന സഹതടവുകാരൻ്റെ വെളിപ്പെടുത്തലുമാണ് ഇതിന് ടേണിംഗ് പോയിന്റ്. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പലതരത്തിലുള്ള ആരോപണങ്ങളും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കേട്ടു. ഏതായാലും അന്വേഷണം പുരോഗമിച്ചു, ദിലീപ് അറസ്റ്റിലായി, തെളിവെടുപ്പ് നടക്കുകയാണ്. ഇനി അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതേതായാലും കോടതി തീരുമാനിക്കാതിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി പിണറായി സർക്കാരിൻ്റെ ഒരു പ്രതിച്ഛായ വളരെ മുന്നിലെത്തി, അല്ലെങ്കിൽ പ്രതിച്ഛായ നന്നായി, അങ്ങനൊരു വിലയിരുത്തലുണ്ടോ? അത് പെട്ടെന്ന് ഏത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൈയടിക്കുന്ന പോലുള്ളൊരു കാര്യമുള്ളൂ. അതിനെപ്പറ്റി ശരിക്കും ആലോചിക്കുന്ന ആളുകൾ ഈ CBI എൻക്വയറി എന്ന ഈ ഡെമോക്രസിൻ്റെ വാളും ഈ പൾസർ സുനിയുടെ സഹതടവുകാരൻ്റെ മൊഴിയുമാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് സാമാന്യ വിവരമുള്ളവനൊക്കെ മനസ്സിലാവും. അല്ലാത്തൊരു കൈയടിക്കും. അല്ല, ഈ പി.ടി. തോമസ് ഇപ്പോൾ ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. താങ്കൾ ഈ പറഞ്ഞ കണക്ക് പല തവണ ഇത് സഭയിൽ ഉന്നയിച്ചു, മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി, അത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കി, വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഒരു ശക്തമായ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് എതിർപ്പുണ്ടായിട്ടില്ല. വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ കാര്യങ്ങളും ആപേക്ഷികമാണ്. എന്നാൽ പോലും ആരും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, എന്നാൽ അത് തൃപ്തികരമല്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അല്ല, പരാതിയില്ലെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ നിലയിൽ പാർട്ടിക്ക് വിരുദ്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണ്. അതിനെനിക്ക് പിന്തുണ. ഈ സംഭവത്തിന് ശേഷം എന്നെ പല KPCC പ്രസിഡന്റ് MMS അടക്കം നിരവധി ആളുകൾ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല, ശ്രീ പി.ടി. തോമസ്, ഇതൊരു വലിയ വിഷയമായിരിക്കുന്നു, ഒരു ആഭ്യന്തര പ്രശ്നമായിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് നന്നായി സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത്തരം ഒരു മുൻകൈ എടുക്കുന്നതിനകത്ത് നിങ്ങളുടെ പ്രമുഖ നേതാക്കൾ എന്തുകൊണ്ട് പിന്നോട്ട് പോയി? അവർക്കും എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വന്നിരുന്നു, ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന വന്നിരുന്നു. എന്നെ നിങ്ങളെന്താ കോൺഗ്രസ്സായിട്ട് കൂട്ടാത്തത്? ഞാൻ ഈ നിൽക്കുന്ന പി.ടി. തോമസ് എന്ന് പറയുന്നൊരു വ്യക്തിക്ക് എന്ത് പ്രസക്തി? ഞാനിവിടെ സജീവമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പി.ടി. തോമസ് ഈ കാര്യം നോക്കിക്കൊള്ളൂ, അല്ലെ പി.ടി. തോമസ് ഈ കാര്യത്തിൻ്റെ കൂടെ നിന്നോളും എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. ഇനി ഞാനൊരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതിന് ബോധബലകമായിട്ടൊരു കാര്യം കൂടെ പറയുക. ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായിട്ട് മുഖ്യമന്ത്രി വിമർശിച്ചു. പിറ്റേ ദിവസം രാവിലെ, അടുത്ത കാലത്താണ്, കൈരളി പീപ്പിൾ ചാനൽ ഒരു ദിവസം രാവിലെ മുതൽ ഒരു മണി വരെ പി.ടി. തോമസ് ഇന്നോ നാളെ പിടിക്കപ്പെടും, പി.ടി. തോമസാണ് പ്രതിയെ പിടിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിൻ്റെ പകുതിയിലേറെ സമയം ലൈവ് കൊടുക്കുമായിരുന്നു. എന്നെ വിദേശത്ത് നോക്കി എത്രയോ പേര് വിളിച്ചിട്ട് എന്ത് പറ്റി പി.ടി. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പൾസർ സുനിയെ വിളിച്ചു എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് ഏറ്റെടുത്ത് മംഗളം ചാനലിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം മംഗളം എന്തെല്ലാം കാര്യം ചെയ്യും എന്നുള്ളത് ഈ അടുത്ത കാലത്ത്, കാരണം ഏത് വൃത്തികേടിനും കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തെളിഞ്ഞൊരു സംഭവം. അപ്പോൾ മംഗളം ചാനൽ ഒരു ദിവസം മുഴുവൻ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്താ? ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പ്രകടിച്ചപ്പം എൻ്റെ പിന്നാലെ കൈരളി ചാനൽ ഇങ്ങനെ വരാൻ എന്താ കാര്യം? അപ്പോൾ എൻ്റെ നാവടപ്പിക്കണം. ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത്. ഈ സംഭവത്തിൻ്റെ ഒരു ഗോൾഡൻ അവറിൽ അവിടെ ചെന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വേറെ തെളിവൊന്നുമില്ല. ഞാനവിടെ ചെന്നു, കണ്ട കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്നാൽ പോലും ഒരു കേസിൻ്റെ ഇതിന് എന്നോട് എന്തായിരുന്നു, പി.ടി. തോമസ് അവിടെ പോയിരുന്നോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയല്ലേ? എന്നോട് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ അവിടെ എത്തുകയും ഈ പെൺകുട്ടി അടക്കം, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അടക്കമുള്ള ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത പി.ടി. തോമസിനെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ താങ്കളുടെ മൊഴിയെടുക്കുകയോ അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതിൽ പോലും താങ്കൾക്ക് ഈ സർക്കാരിൻ്റെ നീക്കത്തിലൊക്കെ സംശയങ്ങളുണ്ട്? എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്കവിടെ ഒരു കാര്യം പറയാനുണ്ട്. IG-യും സിറ്റി പോലീസ് കമ്മീഷണറും എന്തുകൊണ്ട് DGP അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ളത് പ്രസക്ത ചോദ്യമോട് ഉന്നയിക്കും. 1. 2, ഗൂഢാലോചന പ്രശ്നം ഉന്നയിക്കും. മുഖ്യമന്ത്രിക്ക് ഇതിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത് എന്ത് അറിവിൻ്റെ പിൻബലത്തിൽ? ആരാണ് അദ്ദേഹത്തിന് അറിവ് കൊടുത്തത്? ഇത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു കാര്യം പോലെ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞത്. അവിടെയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ ഓഫീസിനെയും ഒക്കെ സംശയിച്ചത്. അല്ല, അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് പുലർത്തിയ നിസ്സംഗത, അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇതിനൊക്കെ എതിരായിട്ട് താങ്കൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഈ അന്വേഷണ വിഭാഗത്തിന് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് താങ്കളെ ചോദ്യം ചെയ്യാതെ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും എനിക്ക് അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കൊക്കെ അന്വേഷണം പോകേണ്ടി വരും. അല്ല, ഞാൻ പറയുന്നു, ഞാൻ ഇപ്പോഴും അന്നും പറഞ്ഞു, ഇന്ന് മാത്രം പറഞ്ഞല്ല, ഞാൻ പലവട്ടം ആവർത്തിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന ഉടനെയോ പിന്നീടോ ഫോൺ കോളുകൾ പോയിട്ടുണ്ടോ അറിയണമല്ലോ. ഇനി എന്തിനാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന എന്നെ എന്തിനാണ് ഇവർ വേട്ടയാടുന്നത്? നിയമസഭയിൽ ഞാൻ അടിയന്തരപ്രമേയം വെച്ചപ്പം ഭരണപക്ഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് അട്ടഹസിക്കുകയായിരുന്നു. പി.ടി. തോമസാണ് പ്രതി എന്ന് പറഞ്ഞ്. ഞാൻ ഫോൺ ചെയ്തിട്ടില്ലെന്ന് അവർക്കൊക്കെ അറിയാം. ഞാൻ ചോദിക്കട്ടെ, കൈരളി ചാനലും പീപ്പിൾ ചാനലും അവരുടെ ചുവട് പിടിച്ച്, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഏതോ ഒരു ജയരാജൻ
ജയരാജന്മാരുള്ളത് കൊണ്ട് ഇടപെട്ടിട്ടാണ് മംഗളം ചാനൽ ഇത് കൊടുക്കേണ്ടി വന്നത് എന്ന് ഒരു കുറ്റസമ്മതം അവർ ആരോടോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എനിക്ക് മംഗളം ചാനലിൽ ഏത് ചാനൽ എനിക്കെതിരായാലും എനിക്കൊന്നുമില്ല. കാരണം എൻ്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ എനിക്കതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കുന്ന ആളുമല്ല പി ടി തോമസ്. പക്ഷേ കൈരളി പീപ്പിളും മംഗളം ചാനലും പി ടി തോമസിനെ വേട്ടയാടാൻ തീരുമാനിച്ചു. ഞാനല്ലല്ലോ ഈ കുട്ടിയെ പേടിപ്പിച്ചത്. ഞാൻ ചെയ്തൊരു കാര്യം അവിടെ ചെന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഈ കാര്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. എനിക്ക് അന്നും ഇന്നും ഈ കാര്യത്തിൽ ഉറപ്പാണ്. ഈ കാര്യത്തിൽ എന്തോ എവിടെയോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭയപ്പെടുന്നുണ്ട്. എന്നെ ചോദ്യം ചെയ്താൽ ആദ്യം ഞാൻ പറയുന്നൊരു കാര്യം, മുഖ്യമന്ത്രി ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞത് എന്തിൻ്റെ പിൻബലത്തിൽ? ഉത്തരം വേണം. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയോടല്ല എൻ്റെ ചോദ്യം. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് എൻ്റെ ചോദ്യം. എന്തിൻ്റെ പിൻബലത്തിൽ? ഏത് SP തന്ന റിപ്പോർട്ട്? ഏത് IG തന്ന റിപ്പോർട്ട്? ഇല്ല, ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ്, എൻ്റെ തന്ത്രമാണ്. പറഞ്ഞോട്ടെ. 2, ഈ സംഭവത്തിന് തൊട്ടു മുമ്പോ അതിന് ശേഷമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നയ രൂപീകരണമൊക്കെ നടത്തുന്ന ആളുകളും ഒക്കെയായി ബന്ധപ്പെട്ടതുണ്ടായിട്ടുള്ള ഫോൺ കോളുകൾ പരിശോധിക്കണം. ആ ഫോൺ കോൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇത്ര അഡമൻ്റായിട്ട് ഈ കാര്യം പറഞ്ഞത് എന്താണെന്ന് സത്യം പുറത്തു വരും. വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് മുഖ്യപ്രതി പിടിയിലായാൽ പോലും ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെ. തീർച്ചയായിട്ടും അന്വേഷിക്കാൻ പാടില്ല. കാരണം ഈ പോലീസ് അവസാനിപ്പിക്കാൻ പാടില്ല, അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ ഇതിൻ്റെ മുഴുവൻ ഗൂഢാലോചന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് പ്രതിയുടെ ഗൂഢാലോചന മാത്രമല്ല, പ്രതിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന കൂടി അന്വേഷിക്കണം. ഞാൻ പറയണത്, ആ രാത്രിയിൽ ആ പെൺകുട്ടിയെ കാണുന്ന ഒരാൾക്കും മനസ്സിൽ അല്പം ഇതുണ്ടെങ്കിൽ ഒന്നിരുന്ന് ഒരു ഇറ്റ് കണ്ണീര് അണിഞ്ഞു പോണേ എന്ന് ചങ്ങമ്പുഴ പാടി പോലെ അത്ര ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ആ കുട്ടിയെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെതിരെ പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്നെ 2 ചാനൽ വേട്ടയാടുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ വേറെ ആരെയും ഇങ്ങനെ വേട്ടയാടിയിട്ടുണ്ടാവില്ല. പി ടി തോമസിനെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒതുങ്ങിപ്പോകും, ഞാൻ മിണ്ടാതിരിക്കും. ചാനലുകൾ വേട്ടയാടുന്നു എന്ന് പറയുന്നതിനേക്കാളും ചാനലുകൾ ചില ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേട്ടയാടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആ താല്പര്യങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും ഒക്കെയാണ്. അത് പറഞ്ഞപ്പം തൊട്ടാണ് ഇത് വേട്ടയാടുന്നുള്ളൂ. ഞാനൊരു കൺക്ലൂഷൻ എത്തുവാണ്. ഈ കാര്യം വല്ലപ്പോഴും ഒക്കെ അവിടെ ഇവിടെ കൊച്ച ഉണ്ടാക്കുന്ന ഒരാൾ പി ടി തോമസാണ്. CPM തന്ത്രത്തെ പറ്റി ഒന്ന് ഞാൻ ഉണ്ണി ബാലകൃഷ്ണനോട് പറയട്ടാണല്ലോ. ആടിനെ പട്ടിയാക്കുന്ന പ്രചരണത്തിന് ഏറ്റവും വിദഗ്ധരാണ് അവർ. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ആ പ്രചരണം അങ്ങോട്ട് അഴിച്ചു വിട്ടാൽ ഒരു ഐ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രം അന്ന് മുതൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. കാരണം മാധ്യമങ്ങൾക്കൊക്കെ കേസ് കൊടുക്കുന്നത് അതിൻ്റെ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആൾക്ക് സത്യം വരുമ്പോൾ വന്നോട്ടെ. എന്തിനാണ് ഈ കൈരളി ചാനലും മംഗളവും ഈ പണി ചെയ്യുന്നത്? കേസൊരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ശരിയായ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുമെന്നൊരു ശുഭാപ്തി വിശ്വാസം താങ്കൾക്കുണ്ടോ? ഞാൻ പറയുന്നു, ഏതെങ്കിലും ഘട്ടത്തിൽ, ഈ ഘട്ടത്തിൽ പോലും ഇത് വഴി തിരിഞ്ഞാൽ CBI വിളിക്കേണ്ടി വരും. ഇതിൻ്റെ അകത്തുനിന്ന് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല. ഇതിൻ്റെ മുഴുവൻ ഗൂഢാലോചന ചുരുള് കഴിയണം. ഇന്നിപ്പം ചിലർ പറയുന്നുണ്ട് ഇത് പ്രഹസനമാണ് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ പോലീസിൽ വിശ്വസിക്കുക ഇപ്പം. പക്ഷേ ഇവിടെ ഒരു സാധ്യത, ആ വാതിൽ അടയാൻ പാടില്ല. അടുത്തൊന്നും അടയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരു വലിയ ആളുകളാണ്, വലിയ താല്പര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് വ്യക്തിപരമായോ ആക്ഷേപിക്കുന്നതല്ല, ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ നടപടിയോട് മാത്രമാണ് അതെനിക്ക് പറയാൻ ശരിയായ ന്യായമുണ്ട്. ഞാൻ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ ഞാനാണ് പ്രതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട്, മുഖ്യമന്ത്രിയുടെ ആ ചെയ്തികളെ എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ പോരാടും. വളരെയധികം നന്ദി.